ഇഷ്യൂസും കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് നോക്കിക്കോളൂ. കാരണം നാട്ടിലുണ്ടോ ഈ ഒരു കാര്യം എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഇതിനോട് ഒട്ടും ബോധേഡായിരുന്നില്ല കേട്ടോ. കാരണം കണ്ട റിവ്യൂസ് കാര്യങ്ങളിലൊന്നും ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസായ ഡേറ്റ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളി റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും പോയി കാണാം. നല്ല സിനിമയാണല്ലോ. അങ്ങനെ ശരത്തേട്ടൻ ഈവനിങ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഡേറ സിറ്റി സെൻറ്ററിലുള്ള വോക്സ് സിനിമാസിലെത്തി. അപ്പോൾ സാധാരണ നമ്മൾ ഇൻ്റർവെൽ ടൈമിലാണ് എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വാങ്ങാൻ പോവാറുള്ളൂ. പക്ഷേ ഇന്നെന്തോ ശരത്തേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഫസ്റ്റ് തന്നെ വാങ്ങാം. അങ്ങനെയാണെങ്കിൽ ഋതു ഉറങ്ങുകയാണല്ലോ, പിന്നെ അതിൻ്റെ ഇടയിൽ എണീറ്റ് വരുമ്പോഴൊക്കെ അവനൊരു ഡിസ്റ്റർബൻസ് ആവണ്ട, നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് നാച്ചോസ് കാര്യങ്ങളൊക്കെ വാങ്ങി. അത് ചീസിൻ്റെയും പിന്നെ വേറെ എന്തൊക്കെയോ സോസിൻ്റെ ആയിരുന്നു കേട്ടോ, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. സാധനങ്ങളൊക്കെ വാങ്ങി എന്തായാലും. എന്നിട്ട് നേരെ ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ആസ് യൂഷ്വൽ നമ്മുടെ പ്രഹസനങ്ങൾ ഉണ്ടാവുമല്ലോ. സിനിമയുടെ പേര്, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, നമ്മുടെ സെൽഫി എടുക്കുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ പോയപ്പോഴാണ് അവിടുത്തെ ലേഡി പറഞ്ഞത് ഇത് 15+ മൂവിയാണ്, ഇൻഫൻസിനൊന്നും അലൗഡ് അല്ല. നമ്മൾ മാക്സിമം പറഞ്ഞു നോക്കിയിട്ടോ. പിന്നെ ഈ തിയേറ്ററിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഫുൾ ക്യാമറാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് ഗവൺമെൻറ് റൂളാണ്. ഇവിടുത്തെ 15+ൻ്റെ ഇതിലുള്ളതിൽ ഇൻഫൻസിൻ്റെ കാര്യങ്ങളൊന്നും കയറ്റാൻ പാടില്ല റൂളാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മളത് ഓക്കെ എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ കാറ്റഗറീസ് വരുന്ന ഫിലിംസിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാറ്റഗറിയിലായിരുന്നു, 15+ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നല്ലപോലെ തന്നെ എഴുതിയിട്ടുണ്ട്, അതായത് ഇൻഫൻസിന് അലൗഡ് അല്ല എന്നുള്ളത്. ഈവൻ പാരൻസ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഇൻഫൻസിന് അലൗഡ് അല്ല. നോട്ട് ഓൺലി ഇൻഫൻസ്, നമുക്കൊരു 15ൻ്റെ താഴെയുള്ള കുട്ടികളെ അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. ഞങ്ങളാണെങ്കിൽ ഈ ഒരു കാര്യത്തിനോട് ഒട്ടും ബോധേഡായിരുന്നില്ല കേട്ടോ. കാരണം കണ്ട റിവ്യൂസ് കാര്യങ്ങളിലൊന്നും ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആടുജീവിതമൊക്കെ ഇറങ്ങിയ സമയത്ത് അതിൽ ഓൾറെഡി ഈ റിവ്യൂസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 18+ മൂവിയാണെന്നുള്ളത്. ഇത് ശരിക്കും നമ്മൾ ആക്സിഡൻ്റിൽ എടുത്തൊരു മൂവിയാണ് കേട്ടോ, ടിക്കറ്റാണ്, സോറി. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ബേബീസിനെ വെച്ചിട്ട് കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂസും കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് നോക്കിക്കോളൂ. കാരണം നാട്ടിലുണ്ടോ ഈ ഒരു കാര്യം എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഇവിടെ ദുബായിൽ 18+ അല്ല 15+ ആണ്, കുട്ടികളെയൊന്നും അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ടിക്കറ്റിന് 55 ദിർഹംസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് 2 ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ശരത്തിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്തു, അവർ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവർക്ക് ടിക്കറ്റ് ഷെയർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി. എന്തായാലും സിനിമ കാണാൻ പറ്റിയിട്ടില്ല. സിനിമ കാണാൻ പറ്റാത്ത കാരണം തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി സംസം മന്തിയിലേക്ക് പോയി. ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോസിൽ, എൻ്റെ എല്ലാ വീഡിയോസിലും മേ ബി ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോസിലൊക്കെ പറയാറുണ്ട് നമുക്കിഷ്ടപ്പെട്ടൊരു ഫുഡ് മന്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഋതുവിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. പിന്നെ ആ ഒരു ടൈമിൽ നമ്മുടെ ടിക്കറ്റ്സിന് റീഫണ്ട് കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഫിലിംസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫിലിം നോക്കാം. പിന്നെ ആ ഒരു ടൈമിലാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാര്യങ്ങളൊന്നും എനിക്ക് ഭയങ്കര ഉണ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവമാണ് കേട്ടോ, ഒരു ബേബി പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ അവർ ഇടുന്ന റൈസ് വലിയ ചൂട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിലിങ്ങനെ ഒരു ആവി ടൈപ്പ് ഇങ്ങനെ ഞാനിപ്പോൾ വീഡിയോ നോക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷേ അത് നമ്മൾ ഒട്ടും അവന് അങ്ങനെ ചൂട് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവൻ തന്നെ കൈയേറ്റൊക്കെ കഴിക്കുന്നത് ആ ഒരു രീതിയിലുള്ളൊരു ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഓവറായിട്ടുള്ള ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഉണ്ണികൾക്ക് ചിലപ്പോൾ ഫോൺസ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇവിടെ പോയി കഴിഞ്ഞാൽ ഒട്ടും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചിക്കൻ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഋതുവിന് കൊടുത്ത ഫുഡ് അവൻ കഴിക്കുകയല്ല ചെയ്യുക. അവൻ കാണിക്കുക എന്താണെന്ന് വെച്ചാൽ അവന് കൊടുത്തിട്ടുണ്ടാവുന്ന ഗ്ലാസ് കാര്യങ്ങളിൽ ഈ റൈസ്, മുട്ട, സാലഡ്സ് കാര്യങ്ങളൊക്കെ നിറച്ച് വയ്ക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇത് ശരത്തേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. ഋതുവിനാണെങ്കിൽ ഈ ഒരു പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞങ്ങളിതേ പാട്ടൊക്കെ കണ്ട് നേരെ റൂമിൽ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.